എന്തൊക്കെയാണ് രേണു പുതിയ വിശേഷങ്ങള്? നല്ല വിശേഷം, ഇങ്ങനെ പോകുന്നു. എന്തോ പുതിയൊരു ലോട്ടറി അടിച്ചത് ഞാൻ അറിയുന്നു. എനിക്കറിയില്ല. ഓഹോ, പാതാളത്തിലല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുമല്ലോ. നിങ്ങളുടെ ഇവിടുത്തെ ഒരു പഞ്ചായത്തിന് അത്രേ ഉള്ളൂ ടോട്ടൽ പാതാളം. നമുക്ക് വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലല്ലോ. ഇത് കിട്ടും. എപ്പോ തുറന്നാലും എന്റെ മൊബൈൽ ഹാങ് ആയിക്കൊണ്ടിരിക്കണം. സുധി രേണു സുധി കാരണം എപ്പോഴും ഇങ്ങനെ ആക്കിയ രേണു, ഇങ്ങനെ ആക്കുമ്പോ രേണു, ഇങ്ങനെ ആക്കുമ്പോ എപ്പോഴും രേണു. ഇത് കണ്ട് 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 ഞാൻ രേണുവിന്റെ അങ്ങ് ഒരു ആരാധകനായി. പിന്നെ പുള്ളി ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പുള്ളിക്കെന്ന് വെച്ചാൽ ഈ രേണു സുധി പിന്നെ റീലുകളിലൊക്കെ ഇത്രയും അഭിനയിക്കുന്നുണ്ടല്ലോ, അപ്പൊ താഴെ വരുന്ന ഈ നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ പുള്ളി പറഞ്ഞു എന്താ പറയുക, എനിക്ക് അങ്ങ് വിഷമമാണെന്ന്. കാര്യം എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പിന്നെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റും. പക്ഷെ അത് രേണു എങ്ങനെ രേണു അത് ഒന്ന് ഫേസ് ചെയ്യുന്ന പുള്ളിക്ക് അതാ സത്യം. ഞാനാണെങ്കിൽ എന്നെ ആരെങ്കിലും ഞാൻ ഇപ്പം തന്നെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഒരു റീല് ഞാൻ മറ്റേ ഇത് അടിച്ചിട്ട് ഞാൻ ഒരു റീൽ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ട് ആൾക്കാർ ആ പാതാളത്തിലുള്ളവന്മാർ കള്ള പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ട് അവന്മാർ വന്നിട്ട് ഇതിൻ്റെ താഴെ പറയും നിൻ്റെത് അയ്യം, നിൻ്റെ ഡാൻസ് കൊള്ളൂല, നീ പാഴ് കേസ്, നീ മരപ്പാഴെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. രേണുവിന് അങ്ങനെ സങ്കടം വരും? രേണു എന്റെ സങ്കടങ്ങളൊക്കെ എന്താ പറയാ ഒരു പരിധി വരെ തീർന്നെന്നാണ് പറയേണ്ടത്. ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആർക്കും എന്നെ വ്യക്തിപരമായിട്ട് അറിയാത്ത ആൾക്കാരാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മളെ അറിയാത്ത ആൾക്കാർ ഒളിഞ്ഞു നിന്ന് നമ്മളെ പറയുന്നതും നേർക്ക് നേരെ നിന്ന് പറഞ്ഞ രണ്ടാണ്. അപ്പൊ ഞാൻ ആലോചിക്കുക അവരുടെ മാനസികാവസ്ഥ, അവർക്കൊന്നും ആകാൻ പറ്റുന്നില്ല. ഇപ്പം തമ്പുരാൻ പറഞ്ഞ പോലെ മൊബൈൽ തുറന്ന രേണു സുധി, യൂട്യൂബ് തുറന്ന രേണു സുധി, അപ്പുറത്തോട്ട് ഇൻസ്റ്റാഗ്രാം തുറന്ന രേണുഗ്രാം, സോറി ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഇട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടായിരുന്നു, നമുക്ക് ഇൻസ്റ്റാഗ്രാം മാറ്റി രേണുഗ്രാം എന്നാക്കാന്ന്. അപ്പം എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഇവര് പഠിച്ച പണി 18 നോക്കിട്ട് ഒന്നും പറ്റണില്ല. അതുകൊണ്ടാണ് അവർ ഈ കമന്റ്സ് ഇടുന്നത്. അപ്പൊ നമ്മളതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നില്ല, ഓരോ നെഗറ്റീവ് കമന്റ്സും ഓരോ പൂമാലകളായിട്ട് ഞാൻ സ്വീകരിക്കും.